ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു നോർമൽ ഫോട്ടോ ഫ്രെയിം എങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ഫോട്ടോ ഫ്രെയിം ആക്കി മാറ്റാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നിൽക്കുന്നതാണ് ട്രാൻസ്പെറൻറ്റ് ഫോട്ടോ ഫ്രെയിം. ഇത് നോർമൽ ട്രാൻസ്പെറൻറ്റ് ഫോട്ടോ ഫ്രെയിം തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. 390, 420 അങ്ങനെയൊക്കെയാണ് അതിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഫോട്ടോ ഫ്രെയിമിന് കുറച്ച് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നോർമൽ ഫോട്ടോ ഫ്രെയിം ആണെങ്കിൽ 100 റുപ്പീസ്, 140 റുപ്പീസ് ഒക്കെ കൊടുത്താൽ തന്നെ നമുക്കൊരു നോർമൽ ഫോട്ടോ ഫ്രെയിം കിട്ടും. അതുകൊണ്ടാണ് ഇത് ചെയ്യാനുള്ള കാരണം. പിന്നെ അധികം നിങ്ങൾക്കറിയാം, ഈ ചാനലിൽ കോസ്റ്റ് എങ്ങനെ കുറച്ച് നല്ലൊരു ഗിഫ്റ്റ് തയ്യാറാക്കാമെന്നാണ് അധിക വീഡിയോയിലും കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കൂടി ചെയ്യാൻ കാരണം. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഒരു നോർമൽ ഫോട്ടോ ഫ്രെയിമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഫ്രെയിം നമുക്ക് ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ക്രാഫ്റ്റ് ഷോപ്പിലാണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് 140 റുപ്പീസിൻ്റെതാണ്. നമുക്ക് 100 റുപ്പീസിൻ്റെ ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഫ്രെയിം എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നോ എങ്ങനെയും വാങ്ങാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ പിറകുവശം ഒന്ന് മാറ്റി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പിറകുവശത്തിന് പകരം നമ്മൾ ഗ്ലാസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയെന്നൊക്കെ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഒരു ഗ്ലാസ് പേപ്പർ എടുത്ത് ഈ ഫ്രെയിമിൻ്റെ സൈസിനനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറുതായി പോവാതെ നോക്കണം. നല്ല ഒരു ഫിറ്റായി നിൽക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്യണം. അതിന് നല്ല ടൈറ്റിൽ നിൽക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിലെ ഡിസൈനൊക്കെ നമ്മളുടെ കയ്യിലുള്ള ഫോട്ടോ അനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു ഫോട്ടോ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ജസ്റ്റ് മാറ്റം വരുത്താം. പക്ഷേ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ജിപ്സോ ഫ്രഷ് തന്നെ വാങ്ങി അങ്ങനെ തന്നെ ഉപയോഗിച്ചതല്ല, കുറച്ച് ഒരു 1 വീക്കൊക്കെ ആയി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ജിപ്സോ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക, പക്ഷേ നിങ്ങൾ എന്തായാലും അതിൽ ജിപ്സോ കൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് മറ്റേ ഈ ഒരു ഫ്ലവറിനെയാണോ ജിപ്സോ എന്നൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല പറയലെന്ന് തോന്നുന്നു. ഇതിനെയാണ് ജിപ്സോ എന്ന് പറയുന്നത്. ഇനി നമുക്കതിൽ ഡിസൈനൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഈ ഒരു പേപ്പേഴ്സൊക്കെ അധികം എല്ലാ വീടുകളിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ തന്നെ ക്രാഫ്റ്റ് ഷോപ്പിൽ ബ്രൗൺ ഷീറ്റ് നമുക്ക് വാങ്ങാൻ സാധിക്കും. പിന്നെ ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറോ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റിൻ്റെ പേജോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ടെക്സ്റ്റിൻ്റെ പേജാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഗ്ലാസ് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഒട്ടിച്ചെടുക്കുന്നതൊക്കെ ഈ ഗ്ലാസ് പേപ്പറിൻ്റെ മുകളിലാണ്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഗ്ലാസ് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് ഗ്ലാസ് പേപ്പറിൻ്റെ മുകളിലാണ്, അല്ലാതെ ഫ്രെയിം ഗ്ലാസിൻ്റെ മുകളിലല്ല.
പിന്നെ ഈ ഒരു പീസ് ജൂട്ട് ഷീറ്റ് കട്ട് ചെയ്തെടുത്തൊരു പീസാണ്. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് മെറ്റീരിയൽ വിത്ത് റേറ്റിൽ ഒരു ജൂട്ട് ഷീറ്റിന് 30 റുപ്പീസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് 30 റുപ്പീസ് ഇല്ല, 18 റുപ്പീസാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പീസൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഇനി വരാൻ ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റിക്കർ നിങ്ങൾ വാങ്ങിയതാണോ എങ്ങനെ ചെയ്തെടുത്തതെന്നൊക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഡീറ്റെയിൽസൊക്കെ Q&A പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഗ്ലാസ് പേപ്പറിൽ മൊത്തം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിമിൽ ഗ്ലാസ് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ സൈഡിൽ വരുന്ന ക്ലിപ്പൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഫ്രെയിം ഇപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം ഏതാണോ അത് നോക്കിയെടുത്ത് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണെങ്കിൽ അവരുടെ സൈസും അതുപോലെ ഫ്രെയിം നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രെയിംസ് കിട്ടുന്നതാണല്ലോ. അപ്പോൾ കസ്റ്റമേഴ്സിന് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങനെ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രെയിം മനസ്സിലായിട്ടുണ്ടാവും. ക്രാഫ്റ്റ് ഷോപ്പിലും ഓൺലൈൻ ഷോപ്പിലും എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു നോർമൽ ഫോട്ടോ ഫ്രെയിം എടുക്കാനുള്ള കാരണം പറഞ്ഞു, നമുക്ക് കോസ്റ്റ് നന്നായി കുറക്കാൻ പറ്റും. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രിക്കോ ടിപ്സോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടോയെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാനുള്ള വഴിയെന്ന് വെച്ചാൽ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ റേറ്റ് കുറച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തായാലും റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനെയും നമുക്കൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. ചില കസ്റ്റമേഴ്സിന് ഇത്ര റേറ്റിൽ കിട്ടുമോ, അപ്പോൾ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ നമ്മളിലുള്ള ഒരു വിശ്വാസം കൂടും, പിന്നെ നമുക്ക് ഓർഡേഴ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ കോസ്റ്റ് കുറച്ചിട്ടുള്ള രീതിയിൽ കൂടി ചെയ്തു നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കസ്റ്റമേഴ്സിനെ കിട്ടുകയും ചെയ്യും. അവരോട് ഫസ്റ്റ് കാര്യം പറയുക ഇതിങ്ങനെ ചെയ്യുന്നതാണെന്ന്. എന്തായാലും കുറേ പേര് ഓക്കെ ആയിരിക്കും. പിന്നെ ചില കസ്റ്റമേഴ്സ് റേറ്റ് കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് തന്നാൽ മതി എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു രീതിയിലും ചെയ്തു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും നമുക്ക് ഒരുപോലെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.